ഇതൊന്നുകൂടെ ബോണ്ടയാ വിട്ടേക്കില്ലായിരുന്നു. വെട്ടിടാനാടെ ആടില്ലായിരുന്നു. നിനക്ക് ബോണ്ട വേണ്ടേ? വിട്ടേക്കില്ലടാ. നീയൊക്കെ വെട്ടേക്കിന്റെ വെട്ട് നോക്കിയെന്നോ? 2-3 കൊല്ലായി വീഡിയോ എടുത്ത് നടക്കുന്നത്. ചെക്കന്മാരൊക്കെ സിനിമക്കാരി. നീ വാഴയുടെ കാര്യം പറയുന്നത്? അതിനെന്താ ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയോളല്ലോ. മൂന്നാമത്തേനകത്ത് ആരാന്ന് നിനക്കറിയാ? നമ്മള് 3 പേരും. ഇനി നാട്ടുകാരൻ കൂടി അറിയിക്കി 3 വാഴകളാണ്. ഇങ്ങനെ ടെൻഷൻ അടിക്കാടോ എന്റെ പോലെ അനുസരിച്ച്. ഈ വാഴയുടെ തേങ്ങയുടെ കാര്യമൊക്കെ നിർത്തിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോകാം. അല്ലെങ്കിൽ നീ കണ്ടന്റ് ഉണ്ടാക്കാനല്ലല്ലോ വരുന്നത്, ഇവിടുത്തെ കടിമ തിന്നു തീർക്കാനല്ലേ. എന്നോട് കൂടിയാ നിന്റെ പറ്റി ഇത്തിരി കൂടുതലാ. പിന്നെ മനുഷ്യൻ ആഹാരം കഴിക്കണ്ടേ? നീയൊക്കെ പറ്റും, പക്ഷെ പൈസ കൊടുക്കുന്ന ആരാ? ഞാൻ തന്നെയല്ലേ. പേരും പറഞ്ഞ ശമ്പളം വരുമ്പോ നീ കുറെ പറ്റിക്കുന്നുണ്ടല്ലോ നമ്മളെ. ഇത് വന്നേ അവൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ തിന്നും കുടിച്ചൊക്കെ പോയാൽ മതിയാ. എന്തോന്നറിയില്ല, കണ്ടന്റ് എന്തൊന്നാണ്. ചിലപ്പോൾ ഇവിടെ കാലാവസ്ഥ പ്രശ്നമായിരിക്കാം. ഇവിടുത്തെ കാറ്റിപ്പോ അങ്ങോട്ട് ഒക്കുന്നില്ല. കേരളത്തിലെക്കാട്ട് നല്ല കാറ്റാ, അതുകൊണ്ടല്ലേ ഉമ്മാർക്കൊക്കെ നല്ല പണം വരും. നമുക്ക് മറുപടി കാറ്റൊന്നും മാറട്ടെ. ശരിയാ, ഇത് അറബിക്കാറ്റാണ്, അത് കേരളത്തിലെ കാറ്റാണ്. കാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നല്ല മണം. ഇന്ന് ബീഫ് ഫ്രൈയും പൊറോട്ടയാണ്. ദൈവമേ, നമ്മള് തിന്നെ കണക്കൊക്കെ പറഞ്ഞല്ലോ. നീ അല്ലേ ആദ്യം പറഞ്ഞു. നമുക്കൊരു 10 പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചിട്ട് പോയല്ല. ശിവനെ പറ്റി എഴുതാം. 4 എണ്ണം ഞാൻ കഴിക്കും. 4 ഞാനും കഴിക്കും. 2 ശിവന് കൊടുക്കാം.